കുറേ നാളുകളായിട്ട് യൂറോപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകളൊന്നും വലിയ രീതിയിൽ സുഖകരമായിട്ടുള്ള സംഭവങ്ങളല്ല എന്നുള്ളത് നമ്മൾക്കറിയാം. ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടന്നാൽ പോലും അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൽ പോലും സ്ഫോടനങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥ, അല്ലെങ്കിൽ അക്രമകാരികൾ വലിയ രീതിയിൽ കത്തിയും മറ്റ് ആയുധങ്ങളുമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ആക്രമിക്കുക, ഈ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയ അല്ലെങ്കിൽ കുടിയേറിയിരിക്കുന്ന സിറിയയിൽ നിന്നും അൾജീരിയയിൽ നിന്നും ഇതുപോലെയുള്ള പല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള കുടിയേറ്റക്കാരാണ് ഇതുപോലുള്ള അക്രമങ്ങൾ നടത്തിപ്പോരുന്നത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വലിയ രീതിയിൽ അസ്വസ്ഥത പൂണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ യൂറോപ്പിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. ഈ അസ്വസ്ഥതയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ അവിടുത്തെ ഭരണപക്ഷ പാർട്ടികളെല്ലാം യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലെയും ഈ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ഒരുപോലെ ഇത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇത് പറയാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ട്രംപ് അണ്ണൻ, അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ട്രംപ് അധികാരത്തിൽ വന്ന ഈ ഒരു സമയത്ത് അദ്ദേഹം അധികാരത്തിൽ കയറിയ ആദ്യത്തെ ഘട്ടം തന്നെ അമേരിക്കയിലെ ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാക്കുണ്ടായിരുന്നു. അമേരിക്കയിൽ അനധികൃതമായിട്ട് കുടിയേറിയിരിക്കുന്ന ആളുകളെ താൻ പുറത്താക്കും, അതിനുവേണ്ടിയുള്ള നടപടികളെടുക്കും. അദ്ദേഹം കയറി നിസാര മണിക്കൂറുകൾക്കകം ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. കൂട്ടത്തിൽ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പുറത്തേക്ക് മെക്സിക്കോയിലേക്കും അല്ലെങ്കിൽ മെക്സിക്കോയിൽ നിന്ന് അനധികൃതമായിട്ട് കുടിയേറിയിരിക്കുന്ന ആളുകളെയും അതോടൊപ്പം വിവിധ രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയിരിക്കുന്ന ആളുകളെ പുറത്താക്കുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് ആരംഭിക്കുക മാത്രമല്ല പുറത്താക്കിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ട്രംപ് തുടങ്ങി വെച്ചിരിക്കുന്നു. ഇതേ ഒരു നിലപാട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ശക്തമായിട്ടുള്ള നിർദ്ദേശം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. വലിയ രീതിയിൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവിടെ യൂറോപ്പ് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും വലിയ തരത്തിൽ പ്രശ്നപരിഹാരമായിട്ട് എപ്പോഴും യൂറോപ്പിൻ്റെ ഒരു സുരക്ഷയ്ക്കായിട്ട് എല്ലാ രീതിയിലുള്ള സഹായവും നൽകുന്നത് അമേരിക്കയാണ്. അപ്പോൾ അത് വർഷങ്ങളായിട്ട് തുടരുന്നുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യമാണ്, നിങ്ങളുടെ സുരക്ഷയ്ക്കായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളിൽ നിങ്ങൾ സ്വയം പര്യാപ്തരാകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ മാറണം, എന്നും നിങ്ങൾ അമേരിക്കയുടെ സഹായം പ്രതീക്ഷിക്കരുത് എന്നുള്ള തരത്തിലേക്ക് പറയുന്നു. കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യം, യൂറോപ്പിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ അമേരിക്ക നടത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് അവിടെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനായിട്ട് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങൾക്കും കഴിയണം. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അവിടെ അനധികൃതമായിട്ട് കുടിയേറി അവിടെ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ പുറത്താക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് അവിടെയുള്ള യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങളും തയ്യാറാകണം എന്നുള്ള തരത്തിലേക്കുള്ള ഒരു നിർദ്ദേശം ട്രംപിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രസ്താവനകളും നടത്തിപ്പോരുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക എടുത്ത അതേ നിലപാട് തന്നെ ഇപ്പോൾ ബ്രിട്ടൻ എടുത്തിരിക്കുകയാണ്. ആദ്യത്തെ ഘട്ടം ബ്രിട്ടൻ എല്ലാവിധ പിന്തുണയും ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ട്. ബ്രിട്ടനിൽ ഇപ്പോൾ 6 ലക്ഷത്തോളം മുസ്ലിങ്ങളെ പുറത്താക്കുന്നതിനായിട്ടുള്ള, അനധികൃതമായിട്ട് കുടിയേറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ പുറത്താക്കുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതിൽ പാർലമെന്റിൽ അവർ ബില്ല് പാസ്സാക്കുകയാണ്. നിലവിൽ അവരെ പൗരത്വമുള്ള മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്ത് കളയുന്നതിനായിട്ടുള്ള നിലപാടുകൾ തുടങ്ങുന്നു. കൂട്ടത്തിൽ ഇപ്പോൾ ഏകദേശം 18ഓളം യൂറോപ്യൻ രാജ്യങ്ങളാണ് ഒന്നിച്ച് ഇതേ രീതിയിലുള്ള നിലപാടുകൾ എടുക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോലും കാഫിർ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രസ്താവനകൾ നടത്തി, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള രീതിയിൽ ഒരു കമന്റ് പോലും ഇട്ട് കഴിഞ്ഞാൽ അതുപോലും 30-40 വർഷമായിട്ട് താമസിക്കുന്ന അവിടെയുള്ള ആളുകൾക്ക് പോലും അത്, അല്ലെങ്കിൽ ഈ കമന്റ് ഇട്ട ആൾ അവിടെ 40-30 വർഷം താമസിക്കുന്ന ആളെങ്കിൽ പോലും അവരുടെ പോലും പൗരത്വം റദ്ദാക്കുന്ന രീതിയിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ള വളരെ വലിയ സംഭവം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും വന്നിരിക്കുന്ന ഭീകരാക്രമണങ്ങളുടെ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ചെറുതും വലുതുമായിട്ടുള്ള പലതുണ്ട്. ഇത് വലിയ സ്ഫോടന പരമ്പരകൾ സൃഷ്ടിച്ചെടുക്കുക മാത്രമല്ല, യഥാർത്ഥത്തിൽ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു കത്തിയുമായിട്ട് അനാവശ്യമായിട്ടുള്ള കുറേ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ കാണുന്ന ആളുകളെ മുഴുവൻ കൊത്തി വീഴ്ത്തുക, അതിൽ മാരകമായിട്ടുള്ള പരിക്കേൽക്കുക, ചിലർ മരണപ്പെടുക, ഇതൊക്കെയാണ് ഇപ്പോൾ യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും കണ്ടുപോരുന്നത്. അമേരിക്കയിൽ പോലും കഴിഞ്ഞ ന്യൂ ഇയർ ദിനത്തിൽ നമ്മൾ കണ്ടതാണ്, ഒരു മഹാൻ ജനങ്ങളുടെ ഇടയിലേക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്
ട്രക്ക് ഇടിച്ച് കയറ്റുന്ന ഒരു വിഷയമൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ISIS എന്ന് പറയുന്ന ആഗോള ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുമായിട്ട് കൃത്യമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് തർക്കമില്ല. അപ്പോൾ ഈ ബന്ധമൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴാണ്? അഭയാർത്ഥികളായിട്ടുള്ള ആളുകളെ യൂറോപ്പും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, യൂറോപ്പാണ് ഇതിൽ ഏറ്റവും വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ തർക്കമില്ല. അപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഈ പറയുന്ന അഭയാർത്ഥികളായിട്ടുള്ള അഭയാർത്ഥികൾ എന്നുള്ള രീതിയിൽ അവിടെ കുടിയേറി പൗരത്വം ലഭിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക ശേഷിയിലേക്കൊക്കെ പോകുമ്പോൾ ഇവർക്ക് ഇപ്പോൾ ആവശ്യം യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഞങ്ങൾ ശരീഅത്തിന് കീഴിലേക്ക് കൊണ്ടുവരുമെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള എന്താ പറയുക, പണപ്പെരുപ്പം ഉണ്ടാകുന്നത് പോലെ കുട്ടികളെ പെരുപ്പിക്കുന്ന രീതിയിലടക്കമുള്ള കാര്യങ്ങൾ ഇവർ ചെയ്ത് പോരുകയാണ്. ഇതിന് ഇവരുടേതായിട്ടുള്ള മതമൗലികവാദികളുടെ ഒരുപാട് ആഹ്വാനങ്ങൾ നടക്കുന്നു. ഈ ആഹ്വാനങ്ങളുടെ പേരിലൊക്കെ സോഷ്യൽ മീഡിയ വലിയ പ്രചാരം ലഭിക്കുന്നു. ഇതിൽ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് യൂറോപ്പിലെ ജനങ്ങൾ ആകെ മാറുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതിലൊരു തർക്കമില്ല. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും ഏത് ലോകരാജ്യത്താണെങ്കിലും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏത് രാജ്യവും ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ കേരളത്തിൽ നമ്മൾക്ക് ഏകദേശം നമ്മൾ കണ്ണോടിച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പോലീസ് വരും കഴിഞ്ഞ ഈ ഒരു മാസത്തിനിടയിൽ 30 മുകളിൽ ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൊച്ചിയിൽ 27 പേരെയും അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്ന് 3 പേരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. കുറേ നാളുകളായിട്ട് അവരിവിടെ താമസിക്കുന്നു. ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് പശ്ചിമ ബംഗാൾ സ്വദേശികളാണെന്നുള്ള രീതിയിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് ആളുകൾ താമസിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ, പല പ്രശ്നങ്ങൾ, തീവ്രവാദം, മറ്റ് നമ്മുടെ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന പല രീതിയിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സ്വഭാവക്കാരായിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ നിലപാടുകൾ നമ്മൾക്ക് കൃത്യമായിട്ടറിയാം. ഇവരുടെ ശല്യവും നമ്മൾക്കുണ്ട്. അപ്പോൾ ഈ ശല്യക്കാരായിട്ടുള്ള ആളുകളെ പോലെ തന്നെയാണ് യൂറോപ്യൻ സംസ്കാരവുമായിട്ട് ഒരു രീതിയിലും കൂടിച്ചേരാത്ത ഈ അൾജീരിയയിൽ നിന്നും സിറിയയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ, കുടിയേറ്റക്കാർ, അവരൊരു സമയത്ത് യൂറോപ്പ് സ്വീകരിക്കാനായിട്ട് വലിയ ആശാവഹമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ യൂറോപ്പിൽ ഓരോ രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് തിരിച്ചു പറയുന്ന അവസ്ഥയാണ്. ജിഹാദിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജിഹാദി മാനസികാവസ്ഥയുമായിട്ട് കത്തിയുമായിട്ടോ ബോംബുമായിട്ടോ തോക്കുമായിട്ടോ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനെ മനുഷ്യാവകാശ പ്രവർത്തകനെന്നോ തങ്ങൾക്ക് വേണ്ടി മുൻകാലങ്ങളിൽ വാദിച്ച ആളുകളാണെന്നോ ഒന്നും അതൊരു വിഷയമല്ല. മുന്നിൽ നിൽക്കുന്നത് കാഫിറാണെന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഇവരിങ്ങനെയുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഭീകരവാദ സ്വഭാവമുള്ള ആളുകളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും യൂറോപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പ്രദേശം അവർക്ക് ഇനി അത് കിട്ടാക്കനിയായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് അവിടുത്തെ ജനങ്ങളും അവിടുത്തെ സർക്കാരും പൂർണ്ണമായിട്ടും മാറുകയാണ്. യൂറോപ്പിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ തന്നെ ഒരു സാമ്പത്തിക ശേഷി ഉള്ള രാജ്യങ്ങളാണ് ഭൂരിഭാഗവും. അവരെ സംബന്ധിച്ച് ഈ അഭയാർത്ഥികളുടെ ഒരു കടന്നുകയറ്റം കൊണ്ടൊന്നും ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ അതിന് മുന്നേ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളും വലിയ രീതിയിൽ വികസിച്ചിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇതിൽ പൂർണ്ണമായിട്ടും ഭീകരവാദികളുടെ സാന്നിധ്യം ഇപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളും വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് ഓരോ രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത് ആയിട്ടുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. എന്താണെങ്കിലും ഇതൊരു സ്വാഗതാർഹമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്.